ആരുടെ ഇവിടെ രാവിലെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന അടുക്കളയിൽ നിന്ന് ഒരു പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. എന്തൊരു സൗണ്ടത്! കൊള്ളാലോ. എൻ്റെ മുറ്റത്ത് എൻ്റെ തിണ്ണയിൽ വന്ന് കയറിയിരുന്ന് സ്വൈര്യം തരുന്നില്ല അല്ലേ. എന്തോ ഒരു സന്തോഷത്തിലാണ് രണ്ടുപേരും. ആരിത്? ഇരട്ടവാലനാണ്. ഇരട്ടവാലനോ കാട് മുഴക്കിയോ? കാട് മാത്രമല്ല, വീടും കൂടെ മുഴക്കുന്നുണ്ട്. എന്ത് ഒരു രക്ഷയില്ല. രാവിലെ തൊട്ട് തുടങ്ങിയ പാട്ടാണ്. രണ്ടുപേരും കൂടി വന്നിരുന്ന് എൻ്റെ ഊഞ്ഞാലയിൽ കയറി ഇരുന്നിട്ടാണ് കളി. ന്യൂലി മാരീഡ് കപ്പിളാണെന്ന് തോന്നുന്നുണ്ട്. അതേ ഇനി ലവേഴ്സാണ്. ചിലപ്പോൾ അവനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാവാനും വഴിയുണ്ട്. രണ്ടുപേരും കിടന്ന് ബഹളമാണ്. അവളുടെ മുമ്പിലാണെങ്കിൽ അവൻ കിടന്ന് വലിയ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് മുകളിലേക്ക് കയറി. പതുക്കെ നോക്കാം. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും പോകും, എനിക്കറിയാം. എൻ്റെ തല കാണുമ്പോഴത്തേക്കും രക്ഷപ്പെടും. ഇപ്പോൾ സാധാരണ അവിടെ കരിയിലപ്പട എന്ന് നമ്മൾ വിളിക്കുന്ന മറ്റേ കിളികളാണ് സാധാരണ രാവിലെ വന്ന് ബഹളം വയ്ക്കാറ്. ഇന്നിപ്പോൾ പുതിയ രണ്ടാൾക്കാരാണ്. ഒരാളുടെ കഴിഞ്ഞപ്പോൾ അടുത്തയാൾ തുടങ്ങി. മാവ് പൂത്തിട്ട് കുറച്ച് ദിവസമായി. അത് തളിരൊക്കെ മാറി തുടങ്ങി. എന്നിട്ടും അവിടെ കുയിൽ വന്നിരുന്ന് ഭയങ്കര ബഹളം. വന്ന് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പം പുതിയ തളിരുകളൊന്നും കാണാത്തതുകൊണ്ടാവും. എന്തായാലും എനിക്ക് ഒരുപാട് ആൾക്കാർ കൂട്ടുണ്ട്. ഇങ്ങനെ മാറി മാറി ഓരോരുത്തർ വരും. ഈ കാണുന്ന പപ്പായയിലെ പഴം മുഴുവൻ തിന്നുന്നത് കോഴിവേഴാമ്പലാണ്. കോഴിവേഴാമ്പൽ എന്നാണ് അവൻ്റെ പേര്. വേഴാമ്പൽ 2 പേരുണ്ടാവും. അവരും പെയറായിട്ടാണ് വരുന്നത്. 2 പേരും വന്ന് അത് മുഴുവൻ കുത്തിപ്പറിച്ച് തിന്നു. നമുക്കത് പറിക്കാനെത്താത്ത രീതിയിൽ പൊങ്ങിപ്പോയത് കാരണം അവർ തിന്നോട്ടെ എന്ന് ഞാനും വിചാരിക്കും. പിന്നെയുണ്ട് ആൾക്കാരെനിക്ക് എന്താ പറയുക, അണ്ണാൻ. സാധാ അണ്ണാനല്ല, സാധാ അണ്ണാനുമുണ്ട്, മലയണ്ണാനുണ്ട്, പിന്നെ മയിലുണ്ട്. ഇവരെല്ലാവരുമാണ് എൻ്റെ കൂട്ടുകാർ.